ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ വെള്ളരിപ്രാവുകളായ ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന്റെ പുഞ്ചിരി തൂകുന്ന മുഖങ്ങൾ ഏതാനും 3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഫലസ്തീൻ ജേർണലിസ്റ്റായ സോലിഹ് അൽ ജഫറാവി 28കാരനായ കുറിയ മനുഷ്യൻ പുഞ്ചിരി തൂക്കുന്ന പ്രസ് എന്നെഴുതിയ ഡ്രസ്സ് മണിന് നമ്മളെ എല്ലാവരെയും സന്തോഷത്തോടു കൂടെ അറിയിച്ചത്. ആ പുഞ്ചിരി തൂകുന്ന നല്ല മനസ്സിനുടമയായ ആ കുറിയ മനുഷ്യനെ അവർ കൊന്നു. 2 വർഷത്തോളമായി ഫലസ്തീനിൽ നടത്തുന്ന ഇസ്രായേലി നരഭോജികളുടെ നരനായാട്ടുകൾ മുഴുവൻ ലോകത്തിനു മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ടിരുന്ന ഫലസ്തീൻ ജേർണലിസ്റ്റ് സോലിഹ് അൽ ജഫറാവി നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സീസ് ഫയർ പ്രാബല്യത്തിൽ വന്നിട്ടും സബ്ര മേഖലയിലുണ്ടായ വെടിവെപ്പ് സംഘർഷം ഈ ലോകത്തിനു മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ചു തരുമ്പോൾ അധിനിവേശ സേനയുടെ പിന്തുണയോടുകൂടെ സായുധ സംഘം വെടിവെച്ചു കൊന്നു. 7 വെടിയുണ്ടകളാണ് അദ്ദേഹത്തിന്റെ മയ്യത്തായ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത്. പ്രിയപ്പെട്ട സുഹൃത്തായ സോലിഹ് അൽ ജഫറാവി, താങ്കൾ പടച്ച റബ്ബിന്റെ ജന്നത്തിൽ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ വിശ്രമിക്കും. ഈ 2 വർഷമായി ഇസ്രായേലി നരഭോജികളുടെ നരനായാട്ട് നിങ്ങൾ പുറത്തുവിട്ട ഓരോ വാർത്തകളും ഓരോ വീഡിയോസുകളും ഓരോ വിഷ്വൽസും ഞങ്ങളുടെ കണ്ണുകളിലും ഞങ്ങളുടെ കാതുകളിലും മുഴങ്ങുന്നുണ്ട്. ഞങ്ങൾ ശബ്ദിക്കും തീർച്ചയാണ്. ഇൻഷാ അല്ലാഹ് സഹോദരന്റെ ആ സുഹൃത്തിന്റെ സ്വർഗീയ ലോകത്തെ നേട്ടങ്ങൾക്കും അനുഗ്രഹങ്ങളുമായിട്ട് എല്ലാവരും ഈ വീഡിയോ കേൾക്കുമ്പോൾ ഒരു ഫാത്തിഹ അദ്ദേഹത്തിന്റെ ഹളറത്തിലേക്ക് ഓതുക. ഒറ്റ ഫാത്തിഹ. കഴിയുന്നവരെല്ലാം യാസീനും ഓതുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. എത്രത്തോളം ഫാത്തിഹ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് നമുക്ക് ഹദിയ ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിക്കണം. കാരണം ഈ 2 വർഷവും അദ്ദേഹം സഹിച്ച പീഡനങ്ങൾക്കും അദ്ദേഹം സഹിച്ച പ്രയാസങ്ങൾക്കുമുള്ള റിസൾട്ട് ആയിരിക്കണം ഞാൻ കൊടുക്കുന്ന ഓരോ ഫാത്തിഹയും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗപൂന്തോപ്പാക്കി صلوا عليه وسلموا تسليما.